മെഡിറ്ററേനിയൻ കടലിനും ചെങ്കടലിനും ഇടയിലായി ഈജിപ്തിലൂടെ ഒരു ജലപാത എന്നുള്ള ആശയം ആദ്യം രൂപപ്പെടുന്നത് ക്രിസ്തുവിനും മുമ്പ് 1850-ൽ ഈജിപ്ത് ഭരിച്ചിരുന്ന ഫറോവൻ സെൻസുററ്റ് മൂന്നാമൻ്റെ കാലത്താണ്. അന്നത് സാധ്യമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ക്ലിയോപാട്രയെപ്പോലുള്ളവർ ആ സൂയസ് കനാലിലൂടെ സഞ്ചരിക്കുമായിരുന്നു. ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിലുള്ള യാത്രയിൽ 7 മുതൽ 10 ദിവസം വരെയാണ് സൂയസ് കനാൽ വഴി പോകുമ്പോൾ ലാഭിക്കാൻ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ആധുനിക ജലപാതയുടെ നിർമ്മാണം തുടങ്ങുന്നത് അടിമകളെയും അതുപോലെ ആ നാട്ടിലെ കർഷക തൊഴിലാളികളെയും ഉപയോഗിച്ച് കൈക്കോട്ട്, മൺവെട്ടി, തൂമ്പ ഇതുപോലുള്ള പ്രാകൃത ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു. പിന്നീടാണ് യന്ത്രങ്ങളും മറ്റും ഇതിലേക്ക് വരാൻ തുടങ്ങിയത്. സത്യത്തിൽ സൂയസ് കനാലിന്റെ പ്രവേശന കവാടത്തിൽ വെക്കുന്നതിന് വേണ്ടിയായിരുന്നു ഫെഡറിക് ഓഗസ്റ്റ് ബർത്തോൾഡി ഇന്നത്തെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി പണിതീർത്തത്. എന്നാൽ അത് നടക്കാതെ പോവുകയായിരുന്നു. സൂയസ് കനാലിന്റെ നിർമ്മാണം വിജയകരമായിട്ട് പൂർത്തിയാക്കിയതിനു ശേഷമാണ് അതിന്റെ നിർമ്മാതാക്കളായ ഫെർഡിനാൻഡ് ഡി ലെസെപ്സെ പനാമ കനാലിന്റെ നിർമ്മാണത്തിനായി തുനിഞ്ഞത്. എന്നാൽ അതിലവർക്ക് വിജയിക്കാനായില്ല.